ഇന്നലെ എറണാകുളം നേര്യമംഗലത്ത് കാട്ടാന തള്ളിയിട്ട പന വീണ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചിരുന്നു. അപകടമുണ്ടായ നീണ്ടപാറ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം കാട്ടാന റോഡ് കുറുകെ കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. അതിനുശേഷം വിശദാംശങ്ങളുമായി കോതമംഗലത്ത് നിന്ന് എബിൻ ജോസ് ചേരും. ഒന്നല്ല രണ്ടെണ്ണം. വിവരങ്ങളുമായി എബിൻ ജോസ് ചേരുന്നുണ്ട് കോതമംഗലത്ത് നിന്ന്. എബിൻ, ഇതിന് സമീപത്ത് തന്നെയാണോ അപകടമുണ്ടായത്? ഇതെല്ലാം ഈ സമീപത്ത് തന്നെയാണ് പ്രവിധ. കാരണം ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്നുള്ളത് എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാട്ടാന വന്നതിൻ്റെ ദൃശ്യങ്ങളാണത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ഈ സമീപത്ത് തന്നെ ആനയുണ്ട്. ആനയുടെ ഒരു ചൂര് സ്മെല്ല് ഈ ഇവിടുത്തെ ആളുകൾക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി അവർ തന്നെ പറയുന്നുണ്ട് ഈ പരിസരത്ത് തന്നെ ആനയുണ്ട്. കാരണം ഒരു 5-6ഓളം ആനകൾ ഈ മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ആ ആന ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഈ മേഖലയിൽ കാട്ടാനശല്യത്തിനെതിരെയൊക്കെ വളരെയധികം സമരം ചെയ്തിരുന്ന, ഒറ്റയാൾ സമരമൊക്കെ ചെയ്തിരുന്ന ഒരു നാട്ടുകാരൻ പീതാംബരൻ ചേട്ടൻ നമ്മളോട് ചേട്ടാ, ഇപ്പോൾ ആനയുടെ ശല്യം അത്രയും കൂടുതലാണല്ലോ ഇവിടെ? അത്രയും കൂടുതൽ തന്നെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യങ്ങളൊക്കെ ഇവിടെ കണ്ടു. അതായത് ആന കുറുകെ കടന്ന് റോഡ് കുറുകെ കടന്നു പോകുന്നത്, അതൊക്കെ കൃത്യമാണ്. ശരിയാണ്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വില്ലാഞ്ചിറ, നമ്മുടെ ഈ നേരുമംഗലം ടൗണിലെ ആ ടൗണിൻ്റെ അടുത്ത് ആ വില്ലാഞ്ചിറ 2-3 ദിവസം ആന 6 മണിക്ക് അവിടെ ഇറങ്ങി നിൽക്കുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിനകത്തൊക്കെ ഉണ്ടായിരുന്നു. നിരന്തര ശല്യമാണിത്. വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും അല്ല ഏറ്റവും ഇവിടെ താമസക്കാർക്കെന്ന് വെച്ചാൽ ഒരു വിധത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ റേഞ്ച് ഓഫീസറുടെ വേണ്ടി നേരിട്ട് അങ്ങ് തടയുകയാണ് ചെയ്തത്. എൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ പറമ്പിൽ ചെന്നപ്പോഴത്തേനും ഉണ്ടായിരുന്ന കൊലച്ച കായ്ച്ചു നിൽക്കുന്ന തെങ്ങും മൊത്തം മറിച്ചിട്ടിരിക്കുക. ഉള്ളി 1 ലക്ഷം രൂപ മുടക്കി സ്വന്തമായിട്ട് ഫെൻസിങ് കിട്ടും. വലിച്ചൊരു സുഹൃത്ത് മോണത്ത് ബേബി എന്ന് പറയും. അതിൻ്റെ പുറത്തേക്ക് ആന കൊലച്ചൊരു വാഴ വെട്ടിയിട്ട് തള്ളിയിട്ട് ആന അകത്ത് കടന്ന് ഇത് മൊത്തം കളഞ്ഞു. എന്നെ വിളിച്ച് ഞാൻ ഓടി ചെല്ലുമ്പോൾ ഈ പെണ്ണുമ്പിള്ളക്ക് പ്രാന്ത് പിടിച്ച് കിടക്കുക. ആ ബേബിയുടെ പെണ്ണുമ്പിള്ള അവർ നിന്ന് കരച്ചിൽ ഏങ്ങലടിച്ച്. അപ്പോൾ വനംവകുപ്പിൻ്റെ ഇടപെടൽ കൃത്യമായിട്ടില്ലേ? വനംവകുപ്പിൻ്റെ ഇടപെടൽ അതിനെക്കുറിച്ച് ഒരു സമാനം പറയാൻ തന്നെ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് നാണക്കടാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. അവർ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അത്. അവർ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് അവരെ കൊണ്ട്, ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് മനുഷ്യന് ഒരു ഉപകാരമില്ല. വനംവകുപ്പിനെതിരെയാണ് ആ പ്രദേശവാസികളൊക്കെ പറയുന്നത്. നിരന്തരം അവിടെ കാട്ടാനശല്യം ഉണ്ടാകുന്നുണ്ട്. സ്വന്തം നിലയ്ക്ക് വരെ ഫെൻസിങ് കെട്ടേണ്ട അവസ്ഥയിലാണ് അവിടുത്തെ നാട്ടുകാർ എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത്. അതെ, ഓരോ വാർത്ത പറയുമ്പോഴും അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കും മനസ്സിലാകും.